ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജസ്റ്റിയുടെ അമ്മയുടെ പ്രയാസം കണ്ടതോടുകൂടി മഹിമയും കോളേജിലെ വിദ്യാർത്ഥികളും എല്ലാം ഒരു തീരുമാനമെടുക്കണം. ജസ്റ്റിയുടെ അമ്മയ്ക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒത്തുചേരണം. ആ ഗോപാലനെ വെറുതെ വിടാൻ പാടില്ല. ഗോപാലൻ കാരണമാണ് ജസ്റ്റ് മരിച്ചത്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് മഹിമ വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ഡോക്ടർ പറയാണ്, മഹിമ പറയുന്നതിൽ ന്യായമുണ്ട്. ഗോപാലന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരണം. ഗോപാലൻ ജസ്റ്റിയുടെ അമ്മയ്ക്ക് നഷ്ടപരിഹാര തുകയൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് മഹിമ പറയുന്നത് പോലെ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാവരും കൂടി പ്രതിഷേധം നടത്തിയാൽ മീഡിയക്കാരും പിന്നെ അതൊരു വാർത്തയായി മാറും. അപ്പോൾ പിന്നെ ഗോപാലന് നിവൃത്തിയില്ലാതെ ജസ്റ്റിയുടെ അമ്മയ്ക്ക് നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് മഹിമ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു എന്ന് പറയട്ടോ. അങ്ങനെ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാവരും കൂടി ഒരു പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മഹിമ ജസ്റ്റിയുടെ അമ്മയ്ക്ക് ഒരു വീട് ഗോപാലൻ വെച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ജസ്റ്റിയുടെ അനിയത്തിയുടെ പഠനത്തിനുള്ള എല്ലാ സഹായവും ഗോപാലൻ കൊടുക്കണം. എന്നാൽ മാത്രമാണ് ജസ്റ്റിയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ജസ്റ്റി നമ്മളെ കൂടെ ഉണ്ടായിരുന്നവനില്ല, അവൻ മരിക്കാൻ കാരണം ഗോപാലനാണ്. അതുകൊണ്ട് ഗോപാലൻ ഇതെങ്കിലും ജസ്റ്റിയുടെ കുടുംബത്തിന് ചെയ്യണം. അല്ലെങ്കിൽ അയാൾ ഒരു രൂപ പോലും ജസ്റ്റിയുടെ കുടുംബത്തിന് കൊടുക്കില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ പ്രതിഷേധത്തിന് ഒരുങ്ങാണ്. ഈ വിവരം അറിഞ്ഞ അബി ഗോപാലന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറയാണ്. മഹിമയും വിദ്യാർത്ഥികളെല്ലാവരും കൂടി ജസ്റ്റിയുടെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി ഗോപാലൻ നഷ്ടപരിഹാര തുക കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതിഷേധം പൊളിക്കണം. അതിന് പോലീസുകാരെ ഇറക്കണം. പ്രതിഷേധം നടക്കുന്നതിനിടയിൽ നല്ല അടിപിടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇതിനൊരു അവസാനമുണ്ടാവും. ഇപ്പോൾ പോലീസുകാരോട് മഹിമയാണ് ആ മദ്യത്തിൽ വിഷം ചേർത്തിയത് എന്ന് പറഞ്ഞാൽ അവരത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിറകിലെന്നുള്ളത് അറിയും. അപ്പോൾ പിന്നെ ഗിരിയെ പൊട്ടനാക്കിയതുപോലെ മറ്റുള്ളവരെ പൊട്ടനാക്കാൻ കഴിയില്ലല്ലോ എന്ന് ഗോപാലൻ അബിയോട് പറയട്ടോ. അപ്പോൾ അബി പറയണേ, ഗിരിയെ പൊട്ടനാക്കാൻ കഴിഞ്ഞെങ്കിലും പോലീസുകാരെ പൊട്ടനാക്കാൻ കഴിയില്ല. അവർ സത്യാവസ്ഥ കൊണ്ടുവന്നാൽ, വെളിച്ചത്ത് കൊണ്ടുവന്നാൽ അതോടുകൂടി ഗോപാലിൻ്റെ ഷാപ്പ് തന്നെ ഇല്ലാതാവും എന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിന് തടയിട്ടേ മതിയാവൂ. അതല്ലെങ്കിൽ മീഡിയക്കാരൊക്കെ അറിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം വെളിച്ചത്ത് വരും എന്ന് ഗോപാലൻ പറയണേ. അങ്ങനെ ഗോപാലന് അറിയുന്ന പോലീസുകാരെയൊക്കെ വിളിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടക്കുന്നതിനിടെ പോലീസുകാർ ചെന്ന് പ്രശ്നമുണ്ടാക്കണം എന്ന് പറയട്ടോ. അങ്ങനെ ഗോപാലൻ തീരുമാനിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ അനിതയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മഞ്ജുവിനോട് പറയണേ, കോളേജിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്, നിനക്കിപ്പോൾ ഗർഭിണിയാണെന്നുള്ള പട്ടവേഷം കിട്ടിയത് കൊണ്ട് നീ ഇപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് സുഖിക്കാവും, ഞങ്ങളൊക്കെ വെയിൽ കൊള്ളേണ്ടി വരുമല്ലോ എന്ന് അനിത പറയട്ടോ. അങ്ങനെ കോളേജിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതോടുകൂടി ബിജിക്കുട്ടൻ മഞ്ജുവിനോട് കാര്യങ്ങൾ പറയാണ്. ഇത് അനിത ഗോപാലനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അവിടെ പ്രതിഷേധം നടത്തുന്നതിനിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അവർ ഉദ്ദേശം. അങ്ങനെ ആകുമ്പോൾ ലാത്തി ചാർജൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മഹിമയ്ക്ക് കൂടി അത് ദോഷമാണ്. മഹിമയൊക്കെ നന്നായിട്ട് തന്നെ അനിതയൊക്കെ അടിക്കാൻ ഒരുങ്ങും. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു തടയിടണം. അതുകൊണ്ട് മഹിമയോട് അവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ മഞ്ജു ഇത് അറിഞ്ഞപ്പോൾ ടെൻഷനായിട്ട് മഹിമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ മഹിമ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പ്രതിഷേധത്തിൽ മോളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ട്, ജസ്റ്റിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേച്ചി ഇതിനെ തടസ്സം നിൽക്കണ്ട, ചേച്ചി ഇതിനെങ്കിലും ഒന്ന് കൂടെ നിൽക്ക്. എന്നിട്ട് ജസ്റ്റിയുടെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി ചേച്ചി ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യ്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ആത്മാവ് പോലും ചേച്ചിയോട് ക്ഷമിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു പറയണ, മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അവിടെ ലാത്തി ചാർജ് ഉണ്ടാവാനാണ് ഗോപാലൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആവുമ്പോൾ മോളെ നിന്നെയൊക്കെ അവരടിക്കും. അതുകൊണ്ട് നീ അവിടെ നിന്ന് മാറണം എന്ന് പറയുമ്പോൾ, ഇല്ല ചേച്ചി, ഞാൻ അവിടെ നിന്ന് മാറില്ല, അവരുടെ പ്രതിഷേധത്തിൽ മുന്നിട്ട് എല്ലാം നയിക്കുന്നത് ഞാനായിരിക്കും എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ മഞ്ജുവിന് വല്ലാത്ത ടെൻഷൻ വരികയാണ്. അപ്പോൾ മഞ്ജു അരവിന്ദാക്ഷനോട് പറയണേ, അല്ല സാറേ, ഞാനും കൂടി പ്രതിഷേധത്തിൽ ലാത്തി ചാർജ് ഉണ്ടാവും എന്നല്ലേ പറയുന്നത്, പ്രതിഷേധത്തിൻ്റെ അവിടേക്ക് ഞാനും കൂടി വരുന്നുണ്ട് കോളേജിലേക്ക് എന്ന് പറയുമ്പോൾ, വേണ്ട, നീ ഈ സമയത്ത് വരണ്ട, നിൻ്റെ അവസ്ഥ കൂടി നീ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ, ഇല്ല, ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അപ്പോൾ ലാത്തി ചാർജൊക്കെ വരുന്ന സമയത്ത് നീ നിൻ്റെ ശരീരം കൂടി ശ്രദ്ധിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഗിരി പിന്നെ ഈ പോലീസ് സ്റ്റേഷൻ വരെ തീയിട്ട് കളയും. അതുകൊണ്ട് നീ വരാതിരിക്കുന്നതല്ലേ മോളെ നല്ലത് എന്ന് പറയുമ്പോൾ, ഇല്ല, മഹിമ ഉണ്ടാവും അവിടെ, മഹിമയോട് ഞാൻ നേരിട്ട് കണ്ടൊന്ന് സംസാരിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, എങ്കിലും മോളെ നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ ഇല്ല, ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഞാൻ അവിടെ മാറി നിന്നോളാം, ഞാൻ നിന്നെ സൂക്ഷിച്ചോളാം എന്ന് പറയണേ. അങ്ങനെ അരവിന്ദാക്ഷൻ സാറ് മഞ്ജുവിനോടും വരാൻ പറയട്ടോ. അങ്ങനെ അനിതയും അരവിന്ദാക്ഷൻ സാറും ബിജിക്കുട്ടനും കുറച്ച് കോൺസ്റ്റബിൾമാരും കൂടി
കോളേജിലേക്ക് പോവാണ്. കോളേജിലെ വിദ്യാർത്ഥികളോട് മഹിമ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ്. ഗോപാലൻ കഴിയുന്നത് പോലെ അയാൾ ഒരിക്കലും സഹായിക്കാനല്ല നോക്കുകയുള്ളൂ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നോക്കുക. എന്ത് വന്നാലും ശരി, നമ്മൾ ഇതിനെ നേരിടും, എന്നിട്ട് ജസ്റ്റിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളതൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് പോലീസുകാർ അവിടേക്ക് വരുന്നത്. പോലീസുകാരെ കണ്ടതോടുകൂടി മഹിമയ്ക്ക് ചെറിയ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ഈ പാവം പിടിച്ച വിദ്യാർത്ഥികളെയൊക്കെ ഇവർ ഗോപാലൻ പറഞ്ഞതുപോലെ, ഗോപാലൻ പറഞ്ഞ പോലീസുകാരായതുകൊണ്ട് അവരെയൊക്കെ അടിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ മഹിമയുടെ മനസ്സിൽ വേണമാണ്. വിദ്യാർത്ഥികൾ ആരും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ സമാധാനപരമായി പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്ന സമയത്ത് ഗോപാലൻ അബിയെയും ഇബിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ആ പ്രതിഷേധം അത് ലാത്തി ചാർജിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ആരും കാണാതെ പോലീസുകാരെ നിങ്ങൾ ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അബി ആരും കാണാതെ മഞ്ജുവിന്റെ തലയിലേക്ക് ഒരു ചെറിയ കല്ലെടുത്ത് എറിയാട്. അതോടുകൂടി മഞ്ജുവിന്റെ നെറ്റിയിൽ മുറിവാവാൻ കേട്ടോ. അപ്പൊ പിന്നെ പോലീസുകാർ അടങ്ങിയിരിക്കുന്നില്ല. അതോടുകൂടി പോലീസുകാർ എല്ലാ വിദ്യാർത്ഥികളെയും ലാത്തി വെച്ചങ്ങ് അടിക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ജുവിന്റെ തലയിൽ നിന്നും ചെറുതായിട്ട് ചോര വരുന്നതോടുകൂടി മഞ്ജു ബോധം കെട്ട് താഴേക്ക് വീഴാൻ കേട്ടോ. അപ്പോൾ ആരും മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. എല്ലാവരും വിദ്യാർത്ഥികളെ അടിക്കുന്ന ആ തിരക്കിലായിരിക്കും. അപ്പോഴത്തേക്കും മഹിമ അവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് മഹിമ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ മഞ്ജുവിന് ബോധമില്ലാതെ നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ അതിലെ ഒരാൾ വന്ന്, ഗോപാലൻ ഏർപ്പാടാക്കിയ ഒരാൾ വന്ന് ഒരു വടി വെച്ച് മഞ്ജുവിനെ അടിക്കാൻ ഓങ്ങാൻ കേട്ടോ. അങ്ങനെ അടിക്കാൻ ഓങ്ങുന്നതോടുകൂടി മഹിമ മഞ്ജുവിൻ്റെ ദേഹം അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആ അടി മൊത്തത്തിൽ മഹിമയാണ് കേട്ടോ കൊള്ളുന്നത്. അപ്പോഴത്തേക്കും അരവിന്ദാക്ഷൻ സാർ അവിടേക്ക് വരികയാണ്. എന്നിട്ട് അടിക്കാൻ ഓങ്ങിയ ആളോട് എന്താടോ താൻ ഈ കാണിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ ഗോപാലൻ ഏർപ്പാടാക്കിയ ആളാണെന്നുള്ളത് അരവിന്ദാക്ഷൻ സാറിനും മനസ്സിലാവുകയാണ്. എന്നിട്ട് അയാൾക്കിട്ട് നന്നായിട്ട് തന്നെ അരവിന്ദാക്ഷൻ സാറ് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അത് ഗോപാലൻ ഏർപ്പാടാക്കിയ ആളാണെന്നുള്ളത് അരവിന്ദാക്ഷൻ സാറിന് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ പോലീസിന്റെ കയ്യിൽ നിന്നും വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട്. മഞ്ജുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം പരിശോധനയിൽ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിയുന്ന സമയത്ത് മഞ്ജുവിന്റെ തലയിൽ ചെറിയൊരു മുറിവായതുകൊണ്ട് അതൊരു ബാൻഡേജ് ഇട്ട് കെട്ടി നേരെ മഞ്ജു വീട്ടിലേക്ക് പോവാട്ടോ. അങ്ങനെ മഞ്ജു വീട്ടിലെത്തിയ ശേഷം ഭാനുമ്മ മഞ്ജുവിന്റെ നെറ്റിയിലെ മുറിവ് കാണുമ്പോൾ ദേഷ്യപ്പെടാണ്. മഞ്ജു, നിന്നോട് എത്ര പറഞ്ഞാലും നീ എന്താ ശ്രദ്ധിക്കാത്തത്? നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള ഓർമ്മ നിനക്കില്ലല്ലോ. നീ ഇപ്പോൾ നല്ല സ്നേഹമുള്ള അമ്മയെ പോലെ നീ ഓരോന്നും പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ കുഞ്ഞിനെ വെച്ചിട്ടാണ് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നീ പിന്നെ എന്താണ് പറയുക എന്നൊക്കെ പറഞ്ഞ് ഭാനുമ്മ ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടാട്ടോ. അപ്പോൾ ഗിരിയും പറയുന്നുണ്ട്, മഞ്ജു നീ എന്താ എത്ര പറഞ്ഞാലും കേൾക്കാത്തത് എന്ന് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുമ്പോൾ ഭാനുമ്മക്ക് നല്ല ദേഷ്യം വരികയാണ്. അങ്ങനെ മഞ്ജുവിനോട് നല്ല മറുപടി ഭാനുമ്മ കൊടുക്കണം. ഭാനുമ്മ, ഇനി നീ ഈ ജോലിക്ക് പോകേണ്ട, തൽക്കാലം ഇപ്പോൾ പ്രസവം കഴിയുന്നത് വരെ നീ ജോലിയിൽ നിന്ന് ലീവ് എടുക്കുക എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ, ഇല്ല എനിക്കറിയാം എൻ്റെ കുഞ്ഞിനും എനിക്കും ഒരു കുഴപ്പവും വരില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഭാനുമ്മ ഗിരിയോട് പറയണേ, അവളുടെ ഒരു ധിക്കാരം കണ്ടില്ലേ, എന്ത് പറഞ്ഞാലും അവൾക്ക് ഒരു അനുസരണയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭാനുമ്മയും ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവാണ്. അപ്പോൾ ഗിരിക്കാണെങ്കിലോ മഞ്ജുവിനോട് എന്തെങ്കിലും സംസാരിക്കാൻ ഒരു ചെറിയ പേടിയുള്ളത് കൊണ്ട് തന്നെ ഗിരി ഒന്നും മിണ്ടാതെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു പറയണേ, ഇതിനൊക്കെ കാരണം ആ ഗോപാലൻ തന്നെയാണ് അവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയത് എന്നൊക്കെ പറയുമ്പോഴും ഗിരി അതൊന്നും കേൾക്കാൻ പോലും വിശ്വസിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഈ സമയം മഹിമയ്ക്ക് ഗോപാലനാണ് ഇതിൻ്റെ പിറകിലെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഗോപാലൻ്റെ വീട്ടിലേക്ക് മഹിമ ചെന്ന് നന്നായിട്ട് തന്നെ പ്രശ്നമുണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ മഹിമ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് ശാലിനി മഹിമയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് മഹിമയെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് മഹിമ തിരിച്ച് ശാലിനിയുടെ കവിളടക്കി ഒന്നങ്ങ് കൊടുക്കുകയാണ്. മഹിമ അടിച്ചതോടുകൂടി ശാലിനിക്ക് അങ്ങ് ദേഷ്യം വന്ന് ശാലിനിയെ അടിച്ചത് കണ്ടപ്പോൾ സഞ്ജു ദേഷ്യം പിടിച്ച് മഹിമയെ അടിക്കാൻ വേണ്ടി കൈയൊകുമ്പോഴത്തേക്കും മഹിമയുടെ കയ്യിലൊരു ചെറിയ കത്തി ഉണ്ടാവും. ആ കത്തി വെച്ച് ഇവളുടെ കഴുത്തങ്ങ് അറുത്ത് കളയും, എനിക്ക് അതിന് പോലും മടിയില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി സഞ്ജു പെട്ടെന്ന് ബാക്കിലേക്ക് അങ്ങ് പോവാൻ കേട്ടോ. ശാലിനിയെ എന്തെങ്കിലും മഹിമ ചെയ്യുമോ എന്നുള്ള പേടിയാണ്. എന്നിട്ട് ഗോപാലനോട് മഹിമ പറയണേ, നീ ഗിരിയേട്ടനെ പൊട്ടനാക്കുന്നത് പോലെ ഞങ്ങളെ പൊട്ടനാക്കാമെന്നൊന്നും നീ കരുതണ്ട. ഞങ്ങളുടെ അച്ഛനെ ഇല്ലാതാക്കിയതും എല്ലാം ഇതുപോലെ നീ തന്നെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിന്റെ ഈ മുഖം മൂടി ഞാൻ പുറത്തു കൊണ്ടുവരും. പക്ഷേ ആ ജസ്റ്റിയുടെ കുടുംബത്തിന് നീ എന്തെങ്കിലും നഷ്ടപരിഹാര തുക ചെയ്തില്ല എങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ എല്ലാ കള്ളത്തരവും ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും. എന്നെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ജസ്റ്റിയുടെ കുടുംബത്തിന് കിട്ടേണ്ട തക്കതായ നഷ്ടപരിഹാരം കിട്ടുക തന്നെ വേണം. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ നടത്തുന്ന പ്രതിഷേധം ഇതോടുകൂടി അവസാനിപ്പിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നിനക്ക് തന്നെയാണ് ദോഷം എന്ന് പറഞ്ഞ് മഹിമ ഗോപാലനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഗോപാലൻ മഹിമയുടെ ഭീഷണിക്ക് മുന്നിൽ ഒന്ന് പേടിച്ചു പോവാണ്. അങ്ങനെ ജസ്റ്റിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുക ഗോപാലൻ കൊടുക്കാം എന്നുള്ളത് സമ്മതിക്കണം.